നാഗപഞ്ചമി ദിവസം മുതൽ 9 നക്ഷത്രക്കാരുടെ നില സമൂലമായി മാറും. അവർക്ക് പോലും അത്ഭുതപ്പെടുന്ന നിലയിലേക്കാണ് അവരുടെ ഉയർച്ച. വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ നാഗപഞ്ചമി. ഈ ദിവസം ഇനി പറയുന്ന നക്ഷത്രജാതകർ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടുന്ന പൂജകൾ സമർപ്പിക്കണം. അത്യന്തം ഉയർച്ചയിലേക്ക് ഇവരുടെ നില മാറും. ഈ നക്ഷത്രക്കാരെ നാഗചൈതന്യം അനുഗ്രഹിക്കും. ഈ നക്ഷത്രങ്ങളെപ്പറ്റി അറിയും മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ശ്രാവണ മാസത്തിലെ ശുക്ലപഞ്ചമി ദിവസമാണ് നാഗപഞ്ചമി ദിനമായി കണക്കാക്കുന്നത്. ഈ ദിവസം നാം എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും സഫലമാവുമെന്നാണ് വിശ്വാസം. നാഗപ്രീതി ലഭിക്കുന്ന ആദ്യത്തെ 3 നക്ഷത്രക്കാർ ചിത്തിര, വിശാഖം, അശ്വതി നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരുടെ രോഗദുരിതങ്ങളെല്ലാം മാറ്റപ്പെടും. മനപ്രയാസങ്ങൾ നീങ്ങും. സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് സിദ്ധിക്കും. സന്തോഷവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയുമെല്ലാം ഇവർക്കും ഉണ്ടാവും. അടുത്ത 3 നക്ഷത്രക്കാർ പൂരം, ആയില്യം, പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാവും. ഇതുവരെ കാണാത്ത ഉയർച്ചയും അനുഗ്രഹങ്ങളും ഇവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ചും ആയില്യം നക്ഷത്രക്കാരുടെ സങ്കടങ്ങളെല്ലാം നാഗപഞ്ചമിക്ക് ശേഷം മാറും. ഇവർക്ക് സന്തോഷമുണ്ടാവും. രേവതി, ഉത്രാടം, ചതയം നക്ഷത്രക്കാരാണ് ഇനി നാഗചൈതന്യത്തിലൂടെ ജീവിത വിജയം ഉണ്ടാവുന്നത്. രേവതി നക്ഷത്രക്കാരുടെ നേർക്കാവുന്ന ദുരിത തടസ്സങ്ങൾ നാഗപഞ്ചമിയോടെ മാറും. പഴയകാല സൗഭാഗ്യത്തിലേക്ക് ഇവർക്ക് മടങ്ങാനാവും. ഉത്രാടം നക്ഷത്രക്കാർക്കും നാഗചൈതന്യം ആവോളം ലഭിക്കും. അവർ പോലും ചിന്തിക്കാത്ത നിലയിൽ അവരുടെ ജീവിതം മാറ്റപ്പെടും. ചതയം നക്ഷത്രക്കാർക്കാണ് നാഗചൈതന്യം ഏറ്റവും അധികമായി ലഭിക്കുന്നത്. അവരുടെ ജീവിതം ദീർഘകാലം ഉയർച്ചയിലൂടെ സഞ്ചരിക്കും. നാഗപഞ്ചമി ദിനം സർപ്പദൈവങ്ങളെ വന്ദിച്ച് അവർക്ക് പൂജകൾ ചെയ്യുന്നത് ഉത്തമമാണ്. നാഗപ്രീതി ലഭിക്കാനുള്ള പ്രാർത്ഥനകളും സ്വയം നടത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാം.